സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഓഫ് റോഡ് ഇവന്റ് അത് വയനാട്ടിലാണ് സംഘടിപ്പിച്ചത്. മാനന്തവാടി പാരിസൺ എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് ചലഞ്ചിൽ 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 60 വനിതകളാണ് പങ്കെടുത്ത് അതിഗംഭീരമായ ഒരു അനുഭവമായിരുന്നു. കാണാം. കേരള ടൂറിസവും വയനാട് ഇക്കോ ടൂറിസം അസോസിയേഷൻ ചേർന്നാണ് സംസ്ഥാനത്താദ്യമായി വനിതകൾക്കു മാത്രമായി ഓഫ് റോഡ് ചലഞ്ച് സംഘടിപ്പിച്ചത്. സുരക്ഷിത വയനാട്, സുസ്ഥിര വയനാട്, സ്ത്രീ സൗഹൃദ വയനാട് എന്നതായിരുന്നു ഹെയർ ട്രെയിൽസ് എന്ന് പേരിട്ട പരിപാടിയുടെ സന്ദേശം. പാരിസൺ എസ്റ്റേറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ പരിചയസമ്പന്നരായ വനിതാ ഓഫ് റോഡ് ഡ്രൈവർമാർക്കൊപ്പം വയനാട്ടിൽ നിന്നുള്ള നവാഗതരും പങ്കെടുത്തു. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ഏകദേശം ഒരു 40 വണ്ടികളോളം രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ട്. ഇത് വയനാടിന്റെ തീർച്ചയായിട്ടും വയനാടിന്റെ ഒരു ടൂറിസത്തിന് വയനാടിന്റെ ടൂറിസം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനതയുടെ ഏക ആശ്രയമാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പം ആ ഇൻഡസ്ട്രി തന്നെ അതിനെ ഇന്ത്യയിൽ തന്നെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആയിട്ട് വളർത്തിയെടുക്കാനുള്ളതാണ് ഞങ്ങളുടെ ശ്രമം. മന്ത്രി OR കേളു ഓഫ് റോഡ് ചലഞ്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. പാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ആരംഭിച്ച ഹെയർ ട്രെയിൽസ് വൈകിട്ട് 6:30 കോമാച്ചി പാർക്കിൽ സമാപിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്. കൊള്ളാം. നല്ല കാഴ്ച രസമുള്ള അനുഭവങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലെ ഇതൊരു വയനാടിൻ്റെ ഒരു സവിശേഷതയായി വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ കമൽ പറയുന്നതിനെക്കുറിച്ച് കമൽ, സാധ്യതകളിലെ ടൂറിസം സാധ്യതകൾ ഇതൊക്കെ ചേർത്ത് വയ്ക്കാം. വയനാട്ടിൽ വന്നാൽ ഇങ്ങനെ പല എക്സ്പീരിയൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന്. സമീപ വർഷങ്ങളിലൊക്കെ വയനാട്ടിൽ ഒരുപാട് ഓഫ് റോഡ് ഇവന്റുകൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ദേശീയ തലത്തിലടക്കം ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ വനിതകൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫ് റോഡ് ചാലഞ്ച് എന്നത് തീർത്തും പുതിയൊരാശയമാണ്. വയനാട് എക്കോ ടൂറിസം അസോസിയേഷൻ വെറ്റ എന്നൊരു സംഘടനയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. കേരള ടൂറിസം പിന്തുണയുമായി എത്തി. അത്തരത്തിൽ ടൂറിസം വകുപ്പിൻ്റെ കൂടി പിന്തുണയോടെയാണ് മാനന്തവാടിയിൽ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത്. പാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി കോമാച്ചി പാർക്ക് വരെയാണ് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടിയിരുന്നത്. അതിൽ ഓഫ് റോഡ് ട്രാക്കും അല്ലാത്ത സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 60ഓളം ഡ്രൈവർമാർ ഇതിൽ പങ്കാളികളായി. അതിൽ ദേശീയ തലത്തിലടക്കം ഇത്തരം ഇവന്റുകളിൽ പങ്കെടുക്കുന്ന വനിതകളുണ്ട്. അതുകൂടാതെ ആദ്യമായി ഇത്തരത്തിലൊരു മത്സരത്തിന് ഇറങ്ങിയ സ്ത്രീകളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ വിജയമായി എന്ന സംഘാടകർക്ക് അഭിമാനിക്കാം. കാരണം 60ഓളം ആളുകൾ ആദ്യത്തെ എഡിഷനിൽ തന്നെ പങ്കെടുത്തു. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിലും ഇത്തരം ഇവന്റുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഓഫ് റോഡിന് പറ്റിയ നിരവധി ട്രാക്കുകൾ സ്വകാര്യ തോട്ടങ്ങളിൽ അടക്കം വയനാട്ടിലുണ്ട്. മുൻപ് അത്തരം ചില ദൃശ്യങ്ങളൊക്കെ ദേശീയ തലത്തിലടക്കം വൈറലായതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇവന്റുകൾക്ക് വലിയൊരു സാധ്യത വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയിലുണ്ട്. അത് സ്ത്രീകൾക്ക് കൂടി കൂടുതൽ നന്നായി ഉപയോഗപ്പെടുത്താൻ വയനാട്ടിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.